എന്നാ ഓശാന ശനി, അതായത് കോഴിക്കോട്ടെ ശനി, നമ്മള് ക്രിസ്ത്യാനികളുടെ ഭവനങ്ങളിലെല്ലാം ഇത് ആചരിക്കണുണ്ടല്ലോ. 6 എന്നുള്ളത് 5 ആയാലും വിഷയമില്ല. ഇതെന്റെ ജീവിതത്തിലെ വൻപിച്ച വിജയമായിപ്പോയി. അല്ലെങ്കിൽ ഞാനിട്ട് മെടഞ്ഞ് പൊട്ടിയും പളഞ്ഞും. അത് കൈവിരൽ പാടുകൾ പതിയുന്നത് പോലെ ഇരിക്കും. അതെ, കൂടി വന്നപ്പോ എന്നാ സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. അടുക്കളയിൽ ചെയ്യണ പെണ്ണുങ്ങൾക്കൊക്കെ അറിയാം. നല്ല ഭംഗിയില്ലേ? ദൈവമേ, നീ പറഞ്ഞാൽ പ്രാർത്ഥിച്ചാ തുടങ്ങിയേക്കണം. നല്ല രീതിയിലൊക്കെ കലാശിച്ചാൽ മതി. വളരെ സൂക്ഷ്മതയോട് കൂടി ഒന്ന് തുറന്നു നോക്കാം. നീ നോക്കിക്കോ എങ്ങനെയാ ഞാൻ ചെയ്യണേന്ന്. അപ്പൊ അതൊക്കെ മാറ്റിയോ? അപ്പൊ നല്ല മഞ്ഞിക്കട്ട പോലെ ഇരിക്കും. ഒരു കാര്യം നിങ്ങളോട് വേറെ പറയാനുണ്ട്, എനിക്ക് പറയാം. അങ്ങനെ നമ്മള് ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച അടുപ്പത്തേക്ക് വെക്കും. ശർക്കര ഒരുക്കിക്കൊണ്ടിരിക്കുക. എന്തിനാന്നറിയാലോ? എന്നാ ഓശാന ശനി, അതായത് കോഴിക്കോട്ടെ ശനി. കോഴിക്കോട്ടെ ശനിയാഴ്ച വൈകിട്ടത്തേക്ക് കോഴിക്കോട്ടെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ മണി 11 ആയിരുന്നു തോന്നണം, 10:45. ഉച്ച കഴിഞ്ഞാണ് സാധാരണ, ഊണൊക്കെ കഴിഞ്ഞാണ് കോഴിക്കോട്ടെ ഉണ്ടാക്കാൻ എല്ലായിടത്തും തുടങ്ങണത്. പക്ഷെ ഞാൻ നേരത്തെ തുടങ്ങിയത് എന്നാന്ന് വെച്ചാൽ ഓരോരോ പ്ലാനിങ്ങുകളുണ്ടല്ലോ നമ്മുടെ. അപ്പൊ ഈ വീഡിയോ പരിപാടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ചൂടിന്റെ കാഠിന്യം എല്ലാം ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരത്തെ തയ്യാറാക്കാന്ന് വെച്ചു. തയ്യാറാക്കണത് എന്നാന്ന് വെച്ചാൽ ശർക്കര ഉരുക്കി പാനിയാക്കി വെച്ച് തേങ്ങയിട്ട് വിളയിച്ച് അവിടെ വെക്കും. അത് തണുത്തതിന് ശേഷമേ കോഴിക്കോട്ടയുടെ മാവ് കുഴച്ചത് അതിലേക്ക് ചേർത്ത് ഉരുട്ടി നമുക്ക് കോഴിക്കോട്ടെ ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സമ്മതം വിളയിച്ച് വെക്കുന്ന സംഗതി തണുത്ത് കിട്ടണം. അപ്പൊ ഇതങ്ങ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ താമസം ഉണ്ടല്ലോ തണുക്കാൻ. അപ്പൊ അത് കാരണം ഇത് ആദ്യം ഉണ്ടാക്കി വെക്കാം. ഉണ്ടാക്കി വെച്ചേച്ച് നമുക്ക് മാവ് കുഴച്ചും വെക്കാം കേട്ടോ. മാവ് കുഴച്ചൊരു 10-15 മിനിറ്റ് ഇരുന്നേച്ച് മെടഞ്ഞെടുക്കണം, നല്ലത് സോഫ്റ്റ്നെസ് കിട്ടും അന്നേരം. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇതിനുള്ള പരിപാടി ചെയ്യാം. ഇനി ശർക്കര പാനി ആയില്ല, ആയിക്കൊണ്ടിരിക്കണം. ഇച്ചിരിയോടെ കട്ടപ്പായി കഴിയുമ്പോൾ തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. മുഴുവൻ ചിലപ്പോൾ വേണ്ടി വരുമല്ലോ. നമ്മളൊരു 5-8 കോഴിക്കോട്ടെ ഉണ്ടാക്കണുള്ളൂ. മധുരല്ലേ, ഒരുപാട് മധുരം. ഇനി ഇപ്പൊ പെസക വരുമ്പോ പെസക പാല്, പിന്നെ ഈസ്റ്റർ ആകുമ്പോ ഈസ്റ്ററിന്റെ ഇത്. അപ്പൊ അത് കാരണം ഒത്തിരി ഇങ്ങനെ ഈ നമ്മള് ക്രിസ്ത്യാനികളുടെ ഭവനങ്ങളിലെല്ലാം ഇത് ആചരിക്കണുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളിത് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധമായിട്ട് ഇത് ഉണ്ടാക്കണത്. ഇനി നമുക്കിത് തേങ്ങ ചേർക്കാം കേട്ടോ. ദേ ആയി വന്നു അല്ലേ? പാനിപ്പരുവം തേങ്ങ ഇച്ചിരി വേണോ? പാനി കൂടുതലാണല്ലോ. ഇരിക്കി പറ്റിക്കാം, ചെറുതാക്കാം, ആക്കിയെടുക്കാം. എന്നാ കുഴപ്പമില്ല. പിന്നെ അപ്പക്ക് ഇങ്ങനെ ലിക്വിഡ് ആയിട്ട് ഇരിക്കണം. അങ്ങനെ ലിക്വിഡ് ആക്കണില്ല. ലിക്വിഡ് ആക്കി അത് പൊട്ടും. അത് ശരിയാ. ലിക്വിഡ് ആക്കാതെ തന്നെ എടുക്കണോളൂ. ഇച്ചിരി ഡ്രൈ ആക്കി എടുക്കാം, അല്ലെങ്കിൽ ശരിയാവില്ല. അതെ. പക്ഷെ അപ്പക്ക് ഇങ്ങനെ വീർത്ത് തുടുത്തിരിക്കുന്നതൊക്കെയാണ് ഇഷ്ടം. അത് എങ്ങനെയാണെങ്കിലും പൊട്ടു വന്നേ. പക്ഷെ അങ്ങനെ വരുമ്പോഴേ ഷേപ്പ് ഒന്നും കറക്റ്റ് ആവൂല, ഒരിക്കലും ആവൂല. ഷേപ്പ് കൃത്യമായിട്ട് ഒരിക്കലും കിട്ടില്ല. അത് കറക്റ്റ് ആണ്, അതിന്റെ ലോജിക്കലി കറക്റ്റാ. കാരണം കുറച്ച് ഡ്രൈ ആയിട്ട് ഇരുന്നാലാണ് ഉണ്ട കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ, പൊട്ടാതെ ഇരിക്കുള്ളൂ. നിങ്ങളുടെയൊക്കെ വീട്ടില് കോഴിക്കോട്ടം ഉണ്ടാക്കി തുടങ്ങിയോ? ഈ പാകത്തിന് നമുക്ക് ഓഫ് ചെയ്തേക്കാം. ഇനി ഇതിലിരുന്ന് ചൂടുള്ള പാത്രമല്ലേ, ഇതിലിരുന്ന് ചൂടാറുമ്പോഴത്തേക്ക് ഒന്ന് വറ്റും കേട്ടോ. നമുക്ക് ഇതിലേക്ക് സ്വല്പം ഏലക്കായും ജീരകവും പൊടിച്ചത് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. ചേർക്കുമ്പോൾ കാണിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്കിവിടെ ഇപ്പുറത്തെ ബർണറിലേക്ക് മാറ്റി വെച്ച് ഇത് മൂടി ഇവിടെ വെക്കാം. എന്നിട്ട് കോഴിക്കോട്ട ഉണ്ടാക്കാനുള്ള പൊടി, മാവ് കുഴയ്ക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഓക്കെ. ഇപ്പൊ കോഴിക്കോട്ടേക്കുള്ള വെള്ളം, ഉപ്പിട്ട വെള്ളം തിളയ്ക്കാൻ വെച്ചേക്കണം. ആ വെള്ളത്തിലേക്ക് ഇപ്പൊ തന്നെ ഒരു സ്വല്പം നെയ്യ് അതിലേക്ക് ചേർക്കാം കേട്ടോ. കാരണം കുഴയ്ക്കുമ്പോൾ നെയ്യ് ഇതിൽ വെളിച്ചെണ്ണയോ നെയ്യോ ഏതെങ്കിലും ചേർത്താൽ മതി. ഞാൻ നെയ്യ് മേടിച്ച് ഇരിക്കണോണ്ട് ഇച്ചിരി ടേസ്റ്റും കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് ഓർത്ത ഒരു സ്വല്പം നെയ്യാണ് ചേർക്കണം. ഇനി കുഴയ്ക്കാൻ നേരത്ത് മാവിലും സ്വല്പം നെയ്യ് ചേർക്കാനുണ്ട് കേട്ടോ. ഇപ്പൊ വെള്ളത്തിൽ കുറച്ച് ചേർത്താൽ മതി. മറ്റേ മാവ് കുഴയ്ക്കുമ്പോൾ മാവിൽ ചേർക്കുന്നുണ്ട്. അപ്പൊ നേരം നിങ്ങൾ കാണിക്കാം കേട്ടോ. ഓക്കെ, പരിപാടി തുടങ്ങാം. ഓഫ് ചെയ്യോ? വെള്ളം വെട്ടി തിളച്ചു. ഉപ്പ് സ്വല്പം നെയ്യ് ഇട്ട വെള്ളം കേട്ടോ. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? പൊടി വറുത്ത അപ്പത്തിന്റെ പൊടിയാട്ടോ, വാങ്ങിച്ച അപ്പത്തിന്റെ പൊടിയാണ്. ഞാൻ പാലപ്പവും കള്ളപ്പവും വെള്ളയപ്പവും എല്ലാം ഉണ്ടാക്കണേ പച്ചരി അരച്ചാന്ന് നിങ്ങൾക്ക് അറിയാലോ ഇതിനോട്. ഇത് ഇടിയപ്പം, കോഴിക്കോട്ട, അട അങ്ങനെയുള്ളതിന്
വറുത്ത അരിപ്പൊടിയാ. പണ്ടൊക്കെ സ്വയം വറുത്തെടുക്കുമായിരുന്നു ഇവിടെ, അല്ലെങ്കിൽ വന്നവരെ കൊണ്ട് വറപ്പിക്കുമായിരുന്നു. ഇപ്പൊ മേടിക്കും അതൊക്കെ. അപ്പൊ അപ്പത്തിന്റെ പൊടി അളക്കണമൊന്നുമില്ല, സ്വല്പം അങ്ങ് ഇടുക. നമുക്ക് ഒരു ഉദ്ദേശ ആവശ്യത്തിനുള്ള, കൂടിയാലും കുഴപ്പമില്ലല്ലോ, കുറഞ്ഞാലും കുഴപ്പമില്ല. ഒരു 6 കോഴിക്കോട്ട 7 കോഴിക്കോട്ടയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിപ്പോ 6 എന്നുള്ളത് 5 ആയാലും വിഷയമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ക്രിസ്തീയ ഭവനത്തില് ഉള്ള ആചാരം നമ്മൾ അനുഷ്ഠിച്ചു പോലും അല്ലേ. മതിയാവും. ഇനി ചിലപ്പോ അളവ് കറക്റ്റ് ആകാൻ കുറച്ചുകൂടി ഇടേണ്ടിയൊക്കെ വരും. അതൊന്നും കുഴപ്പമില്ല. അല്ല, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വെള്ളം ഒഴിക്കാന്നാ? വെള്ളം എടുക്കട്ടെ, ചൂടുവെള്ളം ആയതുകൊണ്ട് സൂക്ഷിക്കണതാ. അതിന് ഇളക്കാനായിട്ട് മരത്തിന്റെ തടി എടുത്ത് വെക്കട്ടെ കേട്ടോ. ഒഴിക്കട്ടെ കേട്ടോ. കുറച്ച് ഒഴിച്ചേച്ച് നമുക്ക് നോക്കാം. കൂടിപ്പോയാ പിന്നെ വീണ്ടും പൊടി ഇടേണ്ടി വരും. നേരം പിന്നെ തേങ്ങയും വിളയിച്ച ചിലപ്പോൾ അധികം ഉണ്ടാവില്ല. വറുത്ത പൊടിയായതുകൊണ്ട് ഇച്ചിരി വെള്ളം വേണ്ടി വരും. ശരിക്കും കുഴക്കണം. കുഴയില ഇതിന്റെ കാര്യം. കുഴച്ച് വെക്കണം അല്ലേ? കുഴച്ച് വെക്കണം. ഒരു 10-15 മിനിറ്റെങ്കിലും ഇരിക്കണം. സോഫ്റ്റ് ആവാൻ. ഇനി അടയൊക്കെ അങ്ങനെയല്ലേ, കോഴിക്കോട്ട ഇടിയപ്പം അട ഇങ്ങനെയുള്ളതിനൊക്കെ കുഴച്ച് അരിപ്പൊടി കുഴച്ച് വെച്ച് ആ മാവ് കുറച്ചു നേരം വെച്ചേക്കണം. എന്നിട്ട് തുടങ്ങുളഞ്ഞിട്ട് ഈ വറുത്ത പൊടി ആയതുകൊണ്ട് അതങ്ങ് കുതിരും. ഇത് മതിയാവും. അതാണ് നമുക്ക് വെള്ളം മൂടി വെക്കാൻ ചിലപ്പോ എടുക്കാൻ നേരത്ത് വേണ്ടി വന്ന. ഇത് മതിയായിരിക്കും എന്ന് തോന്നണം. ഇനി കൈ കൊണ്ട് കുഴക്കണം കേട്ടോ. ഞാനിപ്പോൾ ഈ അന്യായ ചൂടായതുകൊണ്ട് ഈ സ്പൂണും കൊണ്ട് ഇങ്ങനെ കാണിക്കണം കേട്ടോ. ഇത് പോരാ, നമ്മൾ കൈ കൊണ്ട് നല്ല ഭംഗിയായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് കൈ ഇടാം. നോക്കട്ടെ കേട്ടോ ചൂട് എങ്ങനെയാണെന്ന്. നോക്കട്ടെ, ഉപ്പുണ്ടോ നോക്കിയിടാം. ഉണ്ട്. വാ, ചൂടുണ്ട്. ഒന്നങ്ങ് കുഴച്ചിട്ടാ കുഴപ്പമില്ല. ഇത് കറക്റ്റാന്ന് തോന്നണല്ലോ. ഇനി ഇരുന്ന് കഴിയുമ്പോ ഇച്ചിരി കൂടി ഡ്രൈ ആവുന്നുണ്ട്. അന്നേരം നമുക്കതേ വെള്ളം ഇതിനുണ്ട്. അതാ വെള്ളം കളയരുത്. ഇച്ചിരി വെള്ളം മിന്നിച്ച് വെക്കണം. ഇനി കുഴപ്പമില്ല. കണ്ടോട്ടോ അതെ. അട നല്ല രസാ. ഇത് കുഴക്കുന്നതിൽ കോൺസെൻട്രേഷൻ ആക്കാൻ, അതുകൊണ്ടാ. ഇങ്ങനെ ആക്കി വെക്കണോ? അങ്ങനെയൊന്നുമില്ല. ഞാനങ്ങനെ അതൊക്കെ അവനവന്റെ ഇഷ്ടത്തിനാക്കാം. എങ്ങനെ വേണമെങ്കിലും. കുഴ നന്നായിരിക്കണം, നനവും കറക്റ്റ് ആയിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, മോൾഡ് കിട്ടിയത് എന്റെ ജീവിതത്തിലെ വൻപിച്ച വിജയമായിപ്പോയി. അല്ലെങ്കിൽ ഞാനിട്ട് മെടഞ്ഞ് പൊട്ടിയും പളഞ്ഞും. അമ്മ എന്നാക്ക രീതിയിലത് മെടയണത്. അയ്യോ, ഏതാണ്ട് കൊട്ട പോലെയൊക്കെ ഉണ്ടാക്കിട്ടാ. ഓർപ്പിക്കല്ലേ അതൊന്നും. ഒരു ദിവസം അപ്പയ്ക്കൊന്ന് മെടയാൻ കൊടുക്കാം. അപ്പയ്ക്ക് കുറച്ച് ക്രാഫ്റ്റ് വർക്ക് അറിയാം. അപ്പൊ പിന്നെ ആവശ്യം വരുമ്പോഴല്ലേ എല്ലാരും പഠിക്കണത് അല്ലേ, എല്ലാ വ്യക്തികളും. നമുക്ക് മൂടി വെക്കാം. ഇനി അന്നേരം വേണമെങ്കിൽ ഈ വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ എടുക്കാം. ഞാനിവിടെ വെള്ളം മൂടി വെച്ചേക്കാം കേട്ടോ. നല്ല സോഫ്റ്റായി കിട്ടും എന്ന് വിചാരിക്കാം. ഇനിയിപ്പോ ഇച്ചിരി നെയ്യ് ചേർക്കണം ഇതില് മെടയാൻ നേരത്തെ. അത് കാണിച്ചു തരാം. അടക്കട്ടെ. ഏലക്കായും ജീരകവും ചതച്ചത് കേട്ടോ. മിക്സിയിൽ പൊടിക്കാൻ ഇച്ചിരി ആകുമ്പോൾ അത് മിക്സി പൊടിക്കാൻ പറ്റില്ല. ഞാൻ ഇടിയല്ലേ ചതച്ചത് കേട്ടോ. ഇത് നല്ല കറക്റ്റ് ഫോമായി. ഇത്രയുമെങ്കിലും ഡ്രൈ ആയി ഇരിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പൊട്ടൽ. ഇപ്പൊ ഉണ്ടാക്കുമ്പോ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ്. ഞാൻ ഇതിനൊരു എക്സ്പേർട്ട് അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യം മേടിച്ചുകൊണ്ട് വന്ന 1 വർഷം നമ്മൾ ഉണ്ടാക്കിയ മോൾഡ്, വിരൽപ്പാടുകളൊക്കെ വന്ന മോൾഡ്, ഉള്ളി ഇരിക്കുന്ന പോലെ. അതെ, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കൈവിരൽ പാടുകൾ പതിയുന്നത് പോലെ ഇരിക്കും. അതെ, ഒന്നാ. റൗണ്ടിന് അതൊന്നുമില്ല. റൗണ്ട് നല്ല മുട്ടയടിച്ച തല പോലെ. അത് ശരി തന്നെയാ. ശരി, അതെ. ഏത് വേണേലും എടുക്കാം. ഇതിന്റെ വലുതുകൊണ്ട് ചെറുതുകൊണ്ട് മീഡിയം സൈസും ഉണ്ട്. പിന്നെ 3 സെറ്റ് ആയിട്ടുള്ളത് കാണിക്കാം. ഇപ്പൊ ഇത് തുടങ്ങണോണ്ട് ഇപ്പൊ ഇത് കാണിക്കാൻ പോയാൽ സമയം പോകും. പല ചിന്തകളിലും. ചിന്തയല്ല, ഉച്ചത്തേക്കുള്ള പരിപാടികൾ വേറെ ചെയ്യാനുണ്ട് ഇഷ്ടം പോലെ. ഇപ്പൊ ഇത് തുടങ്ങാന്നാ. ആദ്യം നമുക്ക് മോൾഡിൽ ഇച്ചിരി നെയ്യ് തൂക്കാം. തടവാം 2 സൈഡില്. അത് വിട്ടുപോരാനല്ലേ? വെളിച്ചെണ്ണ തൂത്താലും മതി കേട്ടോ. ഞാനിപ്പോ ടേസ്റ്റ് കിട്ടൂല നെയ്യാകുമ്പോ, അതുകൊണ്ട് നെയ്യ് ചേർത്തുന്നുള്ളൂ. വിട്ടുപോരാനാണത്. അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചേ ഇതിലേക്ക് കഴിഞ്ഞാൽ പിന്നെ അത് മേക്കിങ് കഴിയുമ്പോൾ പിന്നെ ആകെ കുളാവൂലേ. അല്ലെങ്കിൽ തന്നെ ഞാൻ മേക്ക് ചെയ്യണത് ആകെ കുളത്തിലാണ്. അതിപ്പോ എല്ലാവരും എല്ലാ കാര്യത്തിലും എക്സ്പേർട്ട് ആവില്ലല്ലോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞതാ.
ഇനി ദേ പൊടിയിലും ഒരു സ്വല്പം ദേ നല്ല സോഫ്റ്റായി കിട്ടാൻ. സോഫ്റ്റ് ടേസ്റ്റ് ഒക്കെ കിട്ടും. സോഫ്റ്റാണ് പ്രധാനം. വെള്ളത്തിൽ കാര്യം ചേർത്തെങ്കിലും ഇച്ചിരി ഇതിലും കൂടെ ചേർത്താലേ പോരെ. അതിടയ്ക്ക് നോക്കണ്ട്. ഉപ്പ് നോക്കാം. ഉപ്പ് ഇച്ചിരി കുറവായാലും കുഴപ്പമില്ല. ഉണ്ട് കുറവായാൽ കൊള്ളൂല. മാവേ പിടിച്ച് കിടക്കുമ്പോൾ വെള്ളച്ചൊക്കെ ചേർത്ത് വരും. ഉപ്പ് കുറവാകാൻ പാടില്ല. ഇനി നമുക്ക് തുടങ്ങുവാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. തുടങ്ങാം. പൊന്നെ പേടിക്കാനൊന്നുമില്ല. കൂടി വന്നാ ഇപ്പൊ എന്നാ സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ഇപ്പൊ അങ്ങനെയായോ? നോക്ക ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യണല്ലേ. അപ്പൊ ഓരോന്നായിട്ട് എടുത്തിടണ്ട. അത് ഇച്ചിരി വലുതാക്കണം. ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തോ? പരീക്ഷണങ്ങളാണ് വിജയത്തിലേക്ക് നയിക്കുക. എപ്പോഴും പരീക്ഷിക്കാതിരിക്കുന്നവർ ഒരിക്കലും വിജയത്തിലെത്തില്ല. ജീവിത വിജയം ഉണ്ടാവില്ല. അങ്ങനെ തന്നെ പതിപ്പിച്ചു വെക്കണം. അങ്ങനെ പതിപ്പിച്ചു വെക്കണം. അതുകൊണ്ടാ നെയ്യ് അതിൽ തൂക്കണം മാക്സിമം. ഈ തണ്ടില് മോൾഡില്, അല്ലെങ്കിൽ അത് പറഞ്ഞില്ലേ വിട്ടുപോരാനുള്ള പ്രശ്നം. പിന്നെ നമുക്ക് എടുത്തേച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം. ദൈവമേ, നീ പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ തുടങ്ങിയേക്കണം. നല്ല രീതിയിലൊക്കെ കലാശിച്ചാൽ മതി. അതൊക്കെ കിട്ടും. മറ്റതിലും നല്ലതല്ലേ ഏതായാലും. കൈ കൊണ്ട് ഞാൻ കൊട്ടയുണ്ടാക്കണത്. ഒയ്യോ എന്റെ പൊന്നെ, അമ്മ ശരിക്കും കൊട്ടയാ ഉണ്ടാക്കണത്. എനിക്ക് ഭയങ്കരമായിരുന്നത്. ചെറുപ്പകാലങ്ങളിൽ എന്തോരം ഉണ്ടാക്കി തന്നേക്കണ കൊട്ട. പച്ചമ്മില് പുഴുങ്ങി വെച്ചേക്കും. എനിക്കെന്തോ കോഴിക്കോട്ടയോട് താല്പര്യം കുറവാ. ഇതേ കൈയൊക്കെ ക്ലീൻ ആട്ടോ. നോക്കിക്കോ. ഇത് പിന്നെ ആൾക്കാർക്ക് അറിയാം. എല്ലാരും അടുക്കളയിൽ ചെയ്യണ പെണ്ണുങ്ങൾക്കൊക്കെ അറിയാം കൈ എങ്ങനെയാക്കി വെച്ചാൽ നമ്മള് ചെയ്യണ്ടേന്ന്. ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പം ഇല്ല പോരെ. അല്ലെങ്കിലേ അടയുടെ മാവ് കൂടുതൽ വരും, ഇത് കുറവും വരും. കടിക്കുമ്പോ ചൂ ചെയ്യുമ്പോ ഒരു സുഖം ഉണ്ടാവൂല അല്ലേ? കടിക്കുമ്പോ അത് തുറക്കുമ്പോ കാണാനും ഒരു ഭംഗി ഉണ്ടാവൂല. ഭംഗി തന്നെയല്ല, ടേസ്റ്റ് മാവ് ചൊവ്വയായിരിക്കും. നീ പോരെ, നീ മതി മതി മതി. നീ മറ്റേ ഇച്ചിരി ഉണ്ടയിൽ വെച്ചേച്ച് നമുക്ക് ഊരി വെച്ച് ശരിക്ക് ഷേപ്പാക്കി എടുക്കാം. ഇങ്ങനെ വരുമെന്നറിയില്ല. എന്നാലും തൽക്കാലം ഇതിലിങ്ങനെ ആക്കി വെച്ച് പതുക്കെ വിടർത്തിയേച്ച് ഉരുട്ടിയെടുക്കാം. എന്നാലേ കറക്റ്റായി വരുമോ നമുക്ക് നോക്കാം കേട്ടോ. എനിവേ പതുക്കെ വിടർത്തിയേച്ച് ഉരുട്ടാം. ഈ ഭാഗം ഉരുട്ടി ശരിയാക്കാം. നോക്കിയെടുക്കാം. വന്നതുപോലെ വരട്ടെ. എന്തായാലും ഇനി വളരെ സൂക്ഷ്മതയോടുകൂടി ഒന്ന് തുറന്ന് നോക്കാം. റൗണ്ടൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടി. ശരിയാക്കാം. ഇങ്ങനെ വെച്ചിട്ട് മുകളിൽ ഇടുന്നതാ നല്ലത്. നല്ലത്. അപ്പൊ റൗണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതിന്റെ ഇത് കണ്ടോ, ജോയിന്റിന്റെ അതാ പാട് അത് വരും. അങ്ങനെ വെച്ചാ മതിയല്ലേ? ഞാൻ വേറെ വെച്ച് ഫില്ല് ചെയ്യണമെന്നാ വിചാരിച്ചത്. വേണ്ടതേ, ഞാനത് ചുമ്മാ പരീക്ഷണം നോക്കിയതാടി. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. നല്ല പരീക്ഷണം അത്. പറയാൻ പറ്റില്ല, നോക്കട്ടെ. ഷേപ്പ് ആയിരിക്കണം. ഈ മോൾഡ് ഉള്ളത് കൊണ്ട് അത്യാവശ്യം അല്ലേ, ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാം. അത് ചെയ്യാം. വലിയ കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. ചുരുടി വെച്ചോ, അല്ലെങ്കിൽ പൊട്ടിപ്പോന്നാലോ. ഡ്രൈ ആയതുകൊണ്ട് അങ്ങനെ പൊട്ടാൻ സാധ്യത കുറവാണ്. പിന്നെ അത് മേക്കൊന്ന് വരും ജോയിന്റ്. പാത്രത്തിൽ വെച്ചാലോ. വലിയ തെറ്റില്ലാതെ മെടഞ്ഞിട്ടുണ്ട്. ഏതായാലും ഓരോന്ന് വെക്കാം. എല്ലാവരുടെയും കൊഴുക്കട്ടകളൊക്കെ റെഡി ആയോ അതോ ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളോ? അപ്പൊ എത്തി സാധനങ്ങളായിട്ടോ. കോഴിക്കോട്ടെ മേക്കിംഗ് ആണ് പറ. ഇവിടെ കോഴിക്കോട്ട ഉണ്ടാക്കുക. നോക്കിക്കേ, മോൾഡിലാ. അതുകൊണ്ട് എൻ്റെ ആ പാകം ക്ലിയർ ആയി കിട്ടി. ഇവിടെ ഉണ്ട്. ഓരോന്നും ഉണ്ടാക്കി വെക്കരുത് മോൾഡിൽ. റൗണ്ട് മോൾഡ് ആണ്. നല്ല ഭംഗിയില്ലേ?
ഏറ്റവും പ്രധാനം അത് ഒരു സൈസിൽ കിട്ടുമെന്നുള്ളതാണ്. ആ പേപ്പറിൽ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഒരെണ്ണം മാത്രം ചെറുതുണ്ട്. അല്ല അത് ചെറിയ മോൾഡ് ചെയ്ത അത് നമ്മള് ചെറിയ മോൾഡ് ചെയ്തതാ. അത് എന്താ വെച്ചാലേ ഉണ്ടാക്കാൻ ഇച്ചിരി പാടാ അതിനകത്ത്. പാട് തന്നെയല്ല, അത് തന്നെയല്ല അതിൽ ഫില്ലിങ് വെക്കാൻ പറ്റില്ല. ഫില്ലിങ് ഒട്ടും ചെല്ലൂല. അപ്പൊ മാവിന്റെ ചൊവ ഇതായിരിക്കും. മറ്റേ കൈ കൊണ്ട് മെടഞ്ഞുണ്ടാക്കണവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്കതിന് വൈഭവം ഇല്ലാത്തോണ്ടാണ്. പേപ്പറിലല്ല, കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്നാണ് കേട്ടോ പറഞ്ഞത്. പേപ്പറിലല്ല, നമ്മള് തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു കോഴിക്കോട്ട ഫോട്ടോ ഇട്ടിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയില അപ്പൊ പേപ്പറിന്ന് ആദ്യം പറഞ്ഞു. എല്ലാം നല്ല റൗണ്ട് മോൾഡാ. ഇച്ചിരി അടുപ്പിച്ച് വെക്കണം, കാരണം വേവുമ്പോ അല്ലെങ്കിൽ. അമ്മ ഇപ്പൊ പഠിച്ചു മോൾഡിൽ ചെയ്യാൻ. വലിയ കുഴപ്പമില്ല. പരീക്ഷണങ്ങൾ വിജയത്തിലെത്തി. അല്ല, ഇനി ഫില്ല് ചെയ്യണം മോളില്. നീ നോക്കിക്കോ എങ്ങനെയാ ഞാൻ ചെയ്യണേന്ന്. അപ്പൊ അതൊക്കെ മാറ്റിയോ? അപ്പൊ ആദ്യം ചെയ്ത പോലെയല്ലേ ഇപ്പൊ കളിച്ച് ഇങ്ങനെയായി. ഇങ്ങനെയാണ് ഇപ്പൊ അമ്മ ചെയ്യണത് അല്ലേ. എന്നിട്ട് ഇവിടെ അങ്ങ് ഓ ഏത് രീതിയിൽ വേണേലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ബേസിക് ആയിട്ടുള്ള ഒരു റൗണ്ട് കിട്ടിയാൽ മതി. ഇനി ഒന്നങ്ങ് ഇതാക്കുന്നത് നോക്കിക്കോട്ടോ. അപ്പൊ ഇനി വേറെ മാവ് വെക്കണ്ട അല്ലേ? അപ്പൊ വേറെ ഈ ഏച്ച് കെട്ടിയാൽ മുളച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ, അതുപോലെ അങ്ങനെ ഇരിക്കാതിരിക്കാൻ ഇതുകൊണ്ട് തന്നെ അങ്ങ് ജോയിന്റ് ആക്കുക. പക്ഷെ ആദ്യം അത് അറിയില്ലായിരുന്നു. ഒന്നെണ്ണം ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇങ്ങനെയൊന്ന് ചെയ്താൽ എന്താ കുഴപ്പമെന്ന്. ഇപ്പൊ ഒരെണ്ണം ചെയ്ത് നോക്കി, നമ്മുടെ വീട്ടിലല്ലേ പരീക്ഷണം നടത്തണേ, കുഴപ്പമില്ലല്ലോ എന്നോർത്ത് ചെയ്തപ്പോ അത് സക്സസ് ആയി. അങ്ങനെ നമ്മള് ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച അടുപ്പത്തേക്ക് വെക്കുക. കുട്ടിയൊക്കെ പോവാതെ കിട്ടിയാൽ മതി എന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെ വരുമെന്ന് നിങ്ങളെ ഔട്ട്കം കാണിക്കാട്ടോ ഇങ്ങനെയാന്നുള്ളത്. അടക്കട്ടെ, ഇനി വെള്ളം തികന്നു അടുപ്പത്തേക്ക് വെച്ചു. ഇനി ഒരു കാര്യം നിങ്ങളോട് വേറെ പറയാനുണ്ട്. എനിക്ക് പറയാം. അടച്ചു കഴിഞ്ഞിട്ടാണോ പറയണേ? 3, 6, 7 എണ്ണം ഈ മോഡലില്ല. പിന്നെ എന്റെ ഒരെണ്ണം വേറെ ഒരെണ്ണം ഞാൻ ഇതും കൂടെ അങ്ങ് വെച്ചേക്കാം. അത് വെക്കാൻ ഇച്ചിരി സ്പേസ് കുറവാണല്ലോ കൂടി അതിൽ. അല്ലെങ്കിൽ ഇത് വേറെ നോക്കട്ടെ. ഇത് സ്പേസ് കുറവായതുകൂടി ഇരിക്കട്ടെ. ദേ ഇങ്ങനെ ഒന്നങ്ങ് ചുരുട്ടിയേച്ച ഇച്ചിരി തേങ്ങയും ശർക്കരയൊക്കെ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്യും. ഇനി ഞങ്ങൾ പറയണ ഭാഷ എന്നാന്നറിയുമോ? പീച്ചിപ്പിടി. അങ്ങനെ മധുരം ഇല്ലാത്തതും അങ്ങനെ ചെയ്യാം. പക്ഷെ മധുരം ഉള്ളത് കൊണ്ട് ഇത് ഇച്ചിരി മധുരം ഇങ്ങനെ ആയിരിക്കും. അതേ ഈ പൊടിയിലേക്ക് ബാക്കിയുള്ള മാവ് അത് വേറെ സോസറി ചെയ്യാട്ടോ. അതിൽ വെക്കണില്ല കേട്ടോ. അതിൽ വെച്ചാൽ ശരിയാവില്ല. അത് നമ്മുടെ ഇതിനു വേണ്ടി ചെയ്യണതല്ലേ, നമ്മുടെ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് നമ്മുടെ ആചാരം. അപ്പൊ അതിലേക്ക് ഇതൊന്നും വെച്ചാൽ ശരിയാവില്ല. ഇത് വേറെ സെപ്പറേറ്റ് ചെയ്യാട്ടോ. ചില മരം മുടി പോയി തോന്നണം. അപ്പൊ അത് നമുക്ക് പിന്നെ വെക്കുമ്പോ കാണിക്കാം. ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പൊ ഇതിഞ്ഞ് വേവുമ്പോ നിങ്ങളെ കാണിക്കാം. എന്താ ഇത്രയും വിളയിച്ച തേങ്ങയും ശർക്കരയും ബാക്കിയുണ്ടാവും. ഒരു സോസറിൽ കോരി വെക്കാം. എന്നിട്ട് എല്ലാം ക്ലീൻ ആക്കണമെങ്കിൽ അതാണ് അടുത്ത പണി. അപ്പൊ അറ്റ് ലാസ്റ്റ് നമ്മുടെ കോഴിക്കോട്ട റെഡി ആയിരിക്കുന്നു. സമയം കൃത്യം 1 മണി. ഇനി എന്റെ മോഡൽ വേറെ ഒരു കോഴിക്കോട്ട് അടുപ്പത്ത് കയറ്റാനുണ്ട്. ഇത് വാങ്ങിയേച്ച് അത് നിങ്ങളെ കാണിക്കാം. എടുക്കട്ടെ? നല്ല പഞ്ഞിക്കട്ട പോലെ ഇരിക്കുന്നു. പടം എടുത്തോ. നല്ല പഞ്ഞിക്കട്ടയായിട്ടോ. ഇതൊന്നും കളറ് മാറിയിട്ടില്ല. അതായത് അകത്തെ കളർ പുറത്തേക്കൊന്നും വന്നിട്ടില്ല. സാധാരണ ഇങ്ങനെ ആ ഫോമില് തേങ്ങയും ശർക്കരയും വിളയിക്കുമ്പോ സ്വല്പം ലിക്വിഡ് ഫോമില എടുക്കണത് കൊണ്ട് എപ്പോഴും അത് പൊട്ടി പുറത്തേക്ക് വരാറുണ്ട്. ഇത്തവണ ഞങ്ങള് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്ത, അതുകൊണ്ട് ഒട്ടും പുറത്തേക്ക് വന്നിട്ടില്ല. ഒന്നും പൊട്ടിയില്ല. മോൾഡിലാണെങ്കിലും പൊട്ടിയില്ല. മറ്റേ ഒരു സ്വല്പം ലീക്ക് ചെയ്ത് വരാറുണ്ട്. ഇപ്പൊ വന്നിട്ടില്ല. അപ്പൊ ഇനി മാറ്റുവാട്ടോ. ഇനിയിപ്പൊ ഇതിലേക്ക് വേറെ വെള്ളം ഒഴിച്ച് വെച്ച് എന്റെ ഒരു 3 എണ്ണം വേറെ അടുപ്പത്ത് വെക്കാൻ, അതും കാണിച്ചു തരാം. അത് കോഴിക്കോട്ടേന്ന് പറയാവോന്ന് നിങ്ങൾ പറഞ്ഞോ. അപ്പൊ ഇത് എടുക്കട്ടെ? കോഴിക്കോട്ടയും അമ്മയും. ഇത് ഒറിജിനൽ കോഴിക്കോട്ടയാട്ടോ. ഇത് ഞാൻ ഇങ്ങനെ പിടിക്കാൻ ഓർത്തേ. അപ്പൊ ഒരു അബദ്ധം പറ്റി എനിക്ക്. ഞാൻ പീച്ചിപ്പിടിയായിട്ട് ഉണ്ടാക്കാനേ ഇരുന്നേ. അപ്പൊ എന്നാന്നറിയാമോ, ഇത് ഈ തേങ്ങയും ശർക്കരയും കൂടെ ചേർന്നപ്പോ പൊട്ടിപ്പിടിക്കും. അതിലേക്ക് ചേർത്ത് കഴിഞ്ഞപ്പോ അത് ചേർക്കണ്ടായിരുന്നു. എനിക്ക് പീച്ചിപ്പൊടി വലിയ ഇഷ്ടമാണ്. പക്ഷെ ഇനിയിപ്പോൾ അത് മാർഗ്ഗമില്ല. അത് മധുരം ഇല്ലാതെ കേട്ടോ പീച്ചിപ്പൊടി ഉണ്ടാക്കേണ്ടത്. ഈ മാവ് ബാക്കിയുള്ളതിലേക്ക് ചുമ്മാ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു വെച്ചു. നേരത്തെ നമ്മൾ കോഴിക്കോട്ടെ വീഡിയോയിലുണ്ട്. ഇപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷെ ഇത് തേങ്ങയും ശർക്കരയും കൂടെ ചേർക്കാന്ന് ഓർത്ത് ചേർത്തുകൊണ്ട് ചുമ്മാ അങ്ങ് ഉണ്ട പോലെ ആക്കി. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി മൂടിയാക്കട്ടെ? ഞാനത് വേവട്ടെ കേട്ടോ. ഓക്കെ.
നമ്മള് പറഞ്ഞ ഉദ്ദേശം കറക്റ്റ് കണക്കാ. 8 കോഴിക്കോട്ട കാണുന്നു. 7 എണ്ണം വാങ്ങി വെച്ചു. ദേ 7 പിന്നെ ഒരെണ്ണം മറ്റേത് കോഴിക്കോട്ടൊന്നും കൂട്ടാൻ പറ്റൂല. ഓക്കെ ഓക്കെ. അങ്ങനെ കൊഴുക്കട്ടകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി മുറിച്ച് നമ്മൾ വൈകിട്ടാണ് കഴിക്കുന്നത്. കൊഴുക്കട്ട എല്ലാവരും ഒരുമിച്ചിരുന്ന്, കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കൊഴുക്കട്ടയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രമെല്ലാം സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ കഴിക്കാറ്. അത് നമ്മൾ വീഡിയോയിൽ ചെയ്യാറുണ്ട് കേട്ടോ. ഈ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് നമ്മൾ നാളെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇന്നിപ്പോൾ ഒരു വീഡിയോ നമ്മൾ ചെയ്തല്ലോ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ കഴിക്കുന്നത് സെപ്പറേറ്റ് നമുക്ക് നാളെ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബ്ലെസ്ഡ് ആയിട്ടുള്ള ദിവസങ്ങളാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.